ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീട്ടിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പാലക്കാടൻ സ്പെഷ്യൽ റാവുത്തർ ബിരിയാണി ആട്ടോ. അതെങ്ങനെയാണെന്ന് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഇത് കഴിച്ചവർക്കറിയാം അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റും ആ ഒരു കളറും ഒക്കെ എങ്ങനെയാണെന്ന്. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ ഇതുപോലെ തന്നെ തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റിൽ കിട്ടും കേട്ടോ. ഞാനിവിടെ 2 കിലോ അരി വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. മലബാർ ബിസ്മിയുടെ അരി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. 1 കിലോ ചിക്കൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിതാ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഒരു 10 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 5 പട്ട, കറാമ്പു, ഏലക്കായ, 1/4 ലിറ്റർ തൈര്, ഒരു 10 തക്കാളി, നല്ല പഴുത്ത തക്കാളി നോക്കി വലുത് തന്നെ എടുക്കണേ, 2 നാരങ്ങ, ഒരു 10 വലിയ ഉള്ളി കട്ട് ചെയ്തത്, ഒരു പിടി മല്ലിയില, അതേപോലെ തന്നെ ഒരു അളവിൽ പുതിനയില. അതിനുശേഷം ചട്ടി നന്നായി ചൂടായിട്ട് അതിലേക്ക് ഒരു 400 ഗ്രാം അളവിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 100 ഗ്രാം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതും കൂടെ ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കില്ല. അതിനാണ് ഈ സമയത്ത് നെയ്യ് ഒഴിക്കുന്നത് കേട്ടോ. അതിലേക്ക് പട്ട, കറാമ്പും ഏലക്കായും ഒരു 6 മുളകും കൂടി ഇട്ടിട്ടൊന്ന് അടച്ച് വയ്ക്കുക കേട്ടോ. പൊട്ടും, അതുകൊണ്ടാണ് കേട്ടോ. അതിനുശേഷം കട്ട് ചെയ്ത് വലിയ ഉള്ളി കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് നല്ലപോലെ വഴണ്ടാൽ മതിയാവും കേട്ടോ. ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 2 സ്പൂണ് പട്ട കറാമ്പ് പൊടിച്ചത് കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. അതിൻ്റെ ഒരു പച്ചമണമില്ലേ അതൊക്കെ പോയതിന് ശേഷം മല്ലിയിലയും പുതിനയിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായി ഇളക്കിയിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം അതും ഒന്ന് പോകുന്നവരെ വഴറ്റിയതിന് ശേഷം നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്ക് 2 സ്പൂണ് മുളക് പൊടി കൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കണേ. ആ മുളക് പൊടി എണ്ണയിൽ കിടന്ന് അതിൻ്റെ കളറൊക്കെ ഇറങ്ങുന്നതാണ് നമ്മുടെ ഈ ഒരു ബിരിയാണിക്ക് കറക്റ്റ് കളർ കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ചിക്കനും കൂടെ കൊട്ടിയിട്ട് നല്ലപോലെ ഒന്നുകൂടെ ഇളക്കണം കേട്ടോ. ആ ചിക്കൻ എണ്ണയിൽ കിടന്നിട്ട് നല്ലപോലെ ഒന്ന് വേകണം. അങ്ങനെയാണെങ്കിൽ ചിക്കൻ പീസസ് ഒന്നും ബിരിയാണിയിൽ പെട്ടെന്ന് ഉടഞ്ഞു പോയില്ല കേട്ടോ. അതിനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. കട്ട് ചെയ്ത് വെച്ച തക്കാളി കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വേവിക്കണം കേട്ടോ. എന്നതിന് ശേഷം ആ 1/4 ലിറ്റർ തൈരില്ലേ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായി മിക്സാക്കിയിട്ട് ഒരു 5 മിനിറ്റ് ആ എണ്ണയിൽ കിടന്ന് തന്നെ നമ്മുടെ ചിക്കൻ ഒന്ന് വേകണം കേട്ടോ. 2 സ്പൂണ് കുരുമുളക് പൊടി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് എണ്ണ തെളിയുന്ന പരുവാകുമ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അടുക്കി പിടിക്കാതെ നോക്കണേ. അതിനുശേഷം ഏത് പാത്രത്തിലാണോ നമ്മൾ അരി എടുക്കുന്നത് അതിൻ്റെ 1.5 പാത്രം വെള്ളം, ഒരു പാത്രമാണ് എടുക്കുന്നതിൽ 1.5 പാത്രം വെള്ളം കേട്ടോ. ഞാനിതിൽ ഈ ഒരു അളവിലെടുത്തിട്ടുണ്ട്. ഇതിന് 1.5 പാത്രം വെള്ളം ഒഴിച്ചെടുക്കുക കേട്ടോ. നല്ലപോലെ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് അരി കൊട്ടി കൊടുക്കാം കേട്ടോ. ഒരു നാരങ്ങയുടെ നീര്, 2 നാരങ്ങയുടെ നീര് അതുകൂടെ ചേർത്തിട്ട് 2 സ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായി ഒന്ന് ഇളക്കി വെക്കുക കേട്ടോ. ഇളക്കിയിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയും കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ അത് തിളച്ച് വരുന്ന സമയത്ത് മാത്രം ഇളക്കി കൊടുത്താൽ മതിയാകും. അല്ലെങ്കിൽ നമ്മുടെ അരിയൊക്കെ പെട്ടെന്ന് ഉടഞ്ഞു പോകും കേട്ടോ. ചോറ് പരസ്പരം ഒട്ടിപ്പോവും. ഇളക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഏകദേശം നമ്മുടെ ബിരിയാണിയൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നല്ലപോലെ ഇളക്കിയിട്ട് നന്നായി തേച്ച് വെക്കണം. ഇതാണ്ടോ വെള്ളം എല്ലാം വറ്റിയിട്ട് പരസ്പരം ഒന്നും ഒട്ടിപ്പിടിക്കാതെ കറക്റ്റായി വന്നിട്ടുണ്ട്. ഒരു 90% വേവാവുന്ന സമയത്ത് ഒരു 100 ഗ്രാം നെയ്യ് കൂടെ തൂക്കിയിട്ട് നന്നായി ഇളക്കിയിട്ട് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് തേച്ച് വെക്കണം കേട്ടോ. അതിൽ കിടന്നിട്ട് ബാക്കിയുള്ള ഒരു കുറച്ച് വേവില്ലേ അതുകൂടെ കറക്റ്റായി കിട്ടും. കുറച്ച് മല്ലിയിലയും പുതിനയും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് ഈ ചൂടിൽ കിടന്ന് ഒന്നുകൂടെ ഒന്ന് വേവണേ. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. ഇതാണ്ടോ ഒന്നിനൊന്നും ഒട്ടാതെ എന്നാൽ അധികം വെന്തുടയാതെ കറക്റ്റായിട്ട് നമ്മുടെ ബിരിയാണി കിട്ടിയിട്ടുണ്ട്. ഇതാട്ടോ ഇതിൻ്റെ ഒരു കളറ്. നമ്മളിതിൽ കളർ പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. തക്കാളിയുടെയും ആ മുളക് പൊടി എണ്ണയിലിട്ട് വഴറ്റിയില്ലേ അതിൻ്റെയൊക്കെ ഒരു കളറാട്ടോ നമുക്കിതിൽ ഇറങ്ങി വന്നിരിക്കുന്നത്. ഇതാട്ടോ ആ ഒരു പെർഫെക്റ്റ് റാവുത്തർ ബിരിയാണിയുടെ കളറ്. ഈ നല്ലൊരു ടേസ്റ്റ് ആട്ടോ നമ്മുടെ ഈ ഒരു ബിരിയാണിക്ക്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല രുചിയാണ്. ഞാനിത് സെർവ് ചെയ്തിട്ടുണ്ട്. ഇത് ചിക്കൻ ബരട്ടാട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും ലൈക്കും എല്ലാം അറിയിക്കണേ. ഇതാണ്ടോ ചോറുകളൊന്നും പരസ്പരം ഒട്ടിയിട്ടില്ല, വെന്തുടഞ്ഞിട്ടുമില്ല. ചിക്കൻ പീസസും അതുപോലെ ഒന്നും വെന്തുടഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ.